നേരത്തെ ഞാനിപ്പോൾ കുറച്ചിപ്പോഴേ ബിനീഷ കണ്ടുള്ളൂ. ബിനീഷ്, ഈ പിണറായി വിജയനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ നീക്കമാണ്. സമാനമായ ഒരു അന്വേഷണം വേറൊരു കേസിലാണെങ്കിൽ പോലും ബിനീഷ് നേരിട്ടിരുന്നു. എന്താണ് അവരുടെ നീക്കം? പാർട്ടി അതിന്റെ നേതൃത്വം പറഞ്ഞല്ലോ. എന്താണ് പാർട്ടി നേതൃത്വം പറഞ്ഞിരിക്കുന്നത്? ആ പാർട്ടി നേതൃത്വം പറഞ്ഞ് നടപ്പാക്കാനല്ല ഞങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഇത് പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു ഇതാണ്, പാർട്ടിക്കെതിരായിട്ടുള്ള നീക്കമാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളെ ഇത്തരത്തിലുള്ള കേസുകൾ എടുത്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെയും കുടുംബങ്ങളെയും ഇത്തരം കേസിൽപ്പെടുത്തി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഒരു 10-12 വർഷമായിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് പിണറായി സാഹിബിനെതിരായിട്ട് പൂർണ്ണ തോതിലേക്ക് എല്ലാ അർത്ഥത്തിലേക്ക് അവർ നീങ്ങുകയാണ്. അതിനെ പാർട്ടി കൃത്യമായിട്ട് പ്രതിരോധിക്കും. പിണറായിയുടെ മകളാണ് കേസിൽ പ്രതി. പക്ഷേ പിണറായിക്ക് എത്തുമെന്ന ആശങ്കയാണ് CPM. അതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങളിവിടെ വന്നിരിക്കുന്നതിന്റെ പ്രധാന പ്രശ്നവും കേസ് നിങ്ങൾ തന്നെ പറയുന്നു പിണറായി സാഹിബ് കേസിൽ പ്രതിയല്ല. പിന്നെ അദ്ദേഹത്തിന് എന്തിനാണ് അവിടെ തടഞ്ഞു വെച്ചിട്ട് റെയ്ഡ് നടത്തേണ്ട കാര്യം? അദ്ദേഹത്തിന്റെ ഭാര്യയെ തടഞ്ഞു വെച്ച് റെയ്ഡ് നടത്തേണ്ട കാര്യം എന്താണ്? ഇതാണ് ഈ പറയുന്നത്. ഇത് ഇത്തരത്തിലല്ല എന്ന് പറയുകയും പിണറായി സാഹിബിനെ പ്രതിയാക്കുകയും ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പൊ അതൊരു ആശങ്കയല്ല, അതൊരു രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തേക്കാണ് എന്ന് കരുതുമ്പോഴാണ് മറ്റു തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത്. ഇത് പൂർണ്ണമായും രാഷ്ട്രീയമാണ്. തീർച്ചയായും അതുതന്നെയാണ് ബിനീഷിന്റെയും ഒക്കെ നിലപാട്. പൂർണ്ണമായും രാഷ്ട്രീയ നീക്കം ലക്ഷ്യത്തോടെ രാഷ്ട്രീയ ലാക്കോടുകൂടിയുള്ള കേന്ദ്ര ഏജൻസികളുടെ BJPയുടെ ഏജൻസിയുടെ നീക്കമായാണ് CPM ഇതിനെ കാണുന്നത്. എന്തുകൊണ്ട് പിണറായി വിജയൻ ഇത്രയും മണിക്കൂറുകൾ അദ്ദേഹം ഈ കേസിൽ പ്രതിയല്ല, ഈ കേസിൽ അദ്ദേഹത്തിനെതിരെ ആരോപണമോ അല്ലെങ്കിൽ ചാർജ് ഷീറ്റോ അല്ലെങ്കിൽ അതുമല്ല FIR ഒന്നുമില്ല, എന്നിട്ടും എന്തുകൊണ്ട് ഇത്രയധികം മണിക്കൂറുകൾ പിണറായി വിജയനെ പോലെ ഇന്ത്യയിൽ ഏറ്റവും തലമുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പുറത്തു പോകാൻ പോലും കഴിയാതെ ഇവിടെ അക്ഷരാർത്ഥത്തിൽ തടങ്കലിലാക്കി വെക്കുന്നു എന്ന ചോദ്യമാണ് CPM അരുണിലേക്ക് വരാം. അതിനു മുമ്പ് ചില നേതാക്കളുടെ പ്രതികരണമുണ്ട്. എന്തായാലും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാട് നടന്നത്. അതുമാത്രമല്ല, പല നേതാക്കൾക്കും കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, കമ്പനിക്ക് ഗുണം കിട്ടുന്നതിന് വേണ്ടി പണം നൽകിയിട്ടുണ്ട് എന്ന് CMRL തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അവിടെ PV എന്ന ഷോർട്ട് ഫോമിലായിരുന്നു പിണറായി വിജയന് നൽകിയ സാമ്പത്തിക സഹായത്തെക്കുറിച്ച് എഴുതി ചേർത്തിരുന്നത്. എന്നാൽ ആ PV ഞാനല്ല എന്നായിരുന്നു പിണറായി വിജയൻ അന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞിരുന്നത്. നാട്ടിൽ എത്രയോ PVമാരുണ്ട്, വിജയന്മാരുണ്ട്, അത് ഞാനാണെന്ന് എന്തിന് നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു എന്നായിരുന്നു അന്ന് പിണറായി വിജയന്റെ ചോദ്യം. പക്ഷേ ഇപ്പോൾ അതേ PVയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിണറായി വിജയന്റെ വാടക വീട്ടിൽ കയറി കഴിഞ്ഞു. ED റെയ്ഡ് പിണറായി വിജയനും CPMനുമെതിരായ രാഷ്ട്രീയ പകപോക്കലാണെന്നാണ് CPM ഇപ്പോൾ നടത്തുന്ന ഈ പ്രതിഷേധങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം വന്നിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി തുടരുകയാണ് ഇത്തരം പ്രതിഷേധങ്ങൾ. രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് റെയ്ഡെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇതേ ആരോപണം തന്നെ ഉന്നയിക്കുകയാണ്. അവരുടെ പ്രതികരണങ്ങൾക്ക് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായിക്കെതിരായിട്ടുള്ള വളരെ ഹീനമായ ഒരു ആക്രമണമായിട്ടാണ് ഈ ED റെയ്ഡിനെ കാണുന്നത്. പിണറായിയുടെ മകൾ വീണ നടത്തിയൊരു സോഫ്റ്റ്വെയർ കമ്പനി CMRL നൽകിയ സേവനത്തിന് അവർ മാസം തോറും നൽകിയിട്ടുള്ള പ്രതിഫലം അത് അഴിമതിയാണെന്ന് ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ പ്രചാരണങ്ങളും തുടർന്ന് ഈ കേസ് എടുക്കുന്ന സ്ഥിതിയിൽ അന്വേഷണം നടത്തുന്ന SFIU അന്വേഷണം നടത്തുന്ന സ്ഥിതിയിൽ എല്ലാം ഉണ്ടായെന്ന് നിങ്ങൾക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ട് പിണറായിയുടെ മകൾ വീണ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചു വരികയായി. അവർ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഹാജരായി അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം വിശദമായി മറുപടി നൽകുകയുണ്ടായി. അപ്പോൾ അന്വേഷണത്തോട് സഹകരിക്കാത്ത ഒരു പ്രശ്നമേയില്ല. അപ്പോ അന്വേഷണത്തോട് സഹകരിക്കുന്ന വീണ വിജയന്റെ നിലപാട് തള്ളിക്കളഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായ നിഗൂഢ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇപ്പോൾ ഇത്രയധികം തിരുവനന്തപുരത്തും മറ്റു കേന്ദ്രങ്ങളിലും ഈ ED റെയ്ഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഗൂഢമായ രാഷ്ട്രീയം ഞങ്ങൾ തുറന്നു കാണിക്കും. വീണ നിയമപരമായി ഇതിൽ സ്വീകരിക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.